ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ ഒന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ 4-ാമത്തെ മന്ത്രം. തസ്മൈ സഹോവാച ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി ഹസ്മ യത് ബ്രഹ്മവിദോ വദന്തി പരാ ചൈവാപരാ ച. തസ്മിൻ അവന് ശൗനകന് സഹ അവൻ അങ്കിരസ് ഉവാച പറഞ്ഞുകൊടുത്തുപോൽ ദ്വേ വിദ്യേ 2 വിദ്യകൾ വേദിതവ്യേ അറിയപ്പെടേണ്ടതാകുന്നു. ഇതിഹസ്മ ഇപ്രകാരമാണ്. യത് ബ്രഹ്മവിദ വദന്തി ബ്രഹ്മവിത്തുകൾ എന്താണോ പറയുന്നത്, തേ ആ വിദ്യകൾ പരാച ഏവ അപരാച പരയും അപരയും ആകുന്നു. അങ്ങനെ ചോദ്യം ചോദിച്ച് ആ ശൗനകന് എല്ലാത്തിനെക്കുറിച്ചും അറിയാൻ വേണ്ടി ഏതെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ സാധനം ഏതാണ്, ആ തത്വം ഏതാണ് എന്ന് ചോദിച്ച് ആ ചോദ്യത്തിന് അങ്കിരസ് ഉത്തരം പറഞ്ഞു കൊടുത്തു. ഉവാഹച പറഞ്ഞു കൊടുത്തുപോൽ ദ്വേ വിദ്യേ 2 വിദ്യകളുണ്ട് എന്നുള്ളതും ആ വിദ്യകൾ ഏതെല്ലാണ് പരാ അപര 2 വിദ്യകൾ അറിയപ്പെടേണ്ടവയുണ്ടെന്ന് വേദാർത്ഥത്തെ അറിയുന്ന പരമാർത്ഥജ്ഞാനികൾ പറയുന്നു. അതിലൊന്ന് പരയും പരമാത്മവിദ്യക്കാണ് പര എന്ന് പറയുന്നത്. ധർമാധർമ്മങ്ങളുടെ സാധനങ്ങളുടെയും ഫലങ്ങളുടെയും സംബന്ധിച്ചുള്ള അപരവിദ്യ രണ്ടാമത്തേത്. ഇവിടെ ഏതറിഞ്ഞാലാണ് സർവജ്ഞനായി തീരുന്നത് എന്നാണ് ശൗനകൻ ചോദിച്ചത്. അതിന് ഉത്തരമല്ലേ പറയേണ്ടത്? ദേവിദ്യേ ഇത്യാദി അങ്കിരസ് പറയുന്നത് ചോദിച്ചതിൻ്റെ ഉത്തരമല്ലല്ലോ എന്ന് ഒരു ആക്ഷേപം വരാം. എന്നാൽ ആ ദോഷാരോപണം ശരിയല്ല. ഉത്തരം പറയുന്നതിന് ഒരു ക്രമമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപരവിദ്യ എന്ന് പറയുന്നത് അവിദ്യയാണ്. അതിൻ്റെ വിഷയം അറിഞ്ഞതിൻ്റെ ശേഷം അത് പരമാർത്ഥജ്ഞാനമല്ലെന്ന് പറഞ്ഞ് നിരാകരിക്കപ്പെടേണ്ടതാകുന്നു. പൂർവപക്ഷത്തെ നിരാകരിച്ചിട്ട് വേണം സിദ്ധാന്തത്തെ പറയുവാൻ എന്നുള്ള ന്യായമനുസരിച്ചാണ് ഇവിടെ 2 കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് എന്ന് വരും. പരയും അപരയും, പരമാത്മവിദ്യയും അപരവിദ്യയുമാകുന്നു. അപ്പോൾ ഇവിടെ 2 വിദ്യകളെക്കുറിച്ച് പറയാനുള്ള കാരണമാണ് പറയുന്നത്. ഏതാണോ അറിയേണ്ടത്, എല്ലാത്തിനെയും അറിയാൻ വേണ്ടി ഏതാണോ അറിയേണ്ടത് ആ വിദ്യ പരമാത്മവിദ്യയാണ്, പരവിദ്യയാണെന്ന് പറഞ്ഞു. പക്ഷേ അപരവിദ്യയെക്കുറിച്ചും പറയുമ്പോഴുള്ള കാരണം എന്താണെന്ന് ഇവിടെ വ്യാഖ്യാനിച്ചത്, അതിനെക്കുറിച്ച് അറിഞ്ഞ് അത് ഇല്ലാതായാൽ മാത്രമേ രണ്ടാമതൊരു വിദ്യ സാധിക്കുകയുള്ളൂ എന്ന് വരുമ്പോൾ നമുക്ക് 2 വിദ്യകളെക്കുറിച്ചും അറിയണം എന്നുള്ളത് വരുന്നതുകൊണ്ടാണ് അവിടെ 2 വിദ്യകൾ ഉണ്ട് എന്ന് പറഞ്ഞത്.